ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിസാൻ ഇവാലിയ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വർക്ക് ഇതിന്റെ എയർ ബാഗ്, ഈ ഹോൺ പാഡ് അഴിച്ചെടുക്കണം. അപ്പോൾ എയർ ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ സാധാ വലിക്കുന്ന പോലെ പോരില്ല കേട്ടോ, വലിച്ചു കഴിഞ്ഞാൽ പോരില്ല. എയർ ബാഗ് ഉള്ളതുകൊണ്ട് അതിന് ലോക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ അഴിക്കാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് അഴിക്കാന്നുണ്ടെങ്കിൽ ഇതാ സ്റ്റീറിങ്ങിന്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിൽ കൂടെ ഒരു മൈനസ് ഇട്ട് തിക്കണം. അതിനകത്ത് ഒരു ലോക്ക് ഉണ്ട്. ഇത് ഈ ലെഫ്റ്റ് സൈഡും ഉണ്ടാകും, ഇതേപോലെ തന്നെ റൈറ്റ് സൈഡും ഉണ്ടാവും കേട്ടോ. ഇവിടെ ഹോൾ ഉണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം. എന്താ ഇതേപോലെ മൈനസ് ഇട്ട് ഉള്ളിൽ തിക്കി കൊടുക്കണം. അവിടെ ഒരു ലോക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ലോക്ക് ഇവിടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് അഴിച്ചിട്ടുണ്ട് കണ്ടോ, ഇതാണ് ആ ലോക്ക്. ഇത് ജസ്റ്റ് ഇതാ ഈ ഹോളിൽ കൂടെ മൈനസ് ഇട്ടിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഈ ലോക്ക് തന്നെ വിടും. അതേപോലെ തന്നെ ഇപ്പത്തെ സൈഡും ഉണ്ടായിരിക്കും. ഇത് തിക്കി കൊടുക്കുക. ആ ലോക്ക് വരുന്നത് കണ്ടോ, ഇതിലേക്ക് ഇറങ്ങിയിരിക്കും ആ രണ്ട് ലോക്ക്. ഈ ഒരു കമ്പി ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ തിക്കുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മാറും, ജസ്റ്റ് മുകളിലേക്ക് പൊന്തും. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡും തിക്കുക. അതേപോലെ തന്നെ ഇതുകൊണ്ട് മാറും. അതേപോലെ തന്നെ ലോക്ക് അടിയിലുണ്ടായിരിക്കും. പക്ഷെ അടിയിൽ തിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സൈഡും അഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടുന്ന് ബാക്കിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ ഇത് പോരും കേട്ടോ. ഇവിടെ തിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തിക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഈ രണ്ട് സൈഡും തിക്കി കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് പൊക്കിയെടുക്കുമ്പോൾ ഒന്നിച്ച് പൊക്കിയെടുക്കുക കേട്ടോ. ഹെയർ ബാഗിന്റെ കപ്ലർ ഉണ്ടായിരിക്കും, അത് നോക്കണം. അപ്പൊ ഇങ്ങനെയാണ് നിസാൻ ഇവാലിയോ, നിസാന്റെ ഏത് വണ്ടികളിലും ഇങ്ങനെ തന്നെയാണ്. നിസാൻ മൈക്ര അതൊക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഈ ഹോൺ പാഡ് അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹോൺ അടിയുന്നില്ല. ഹോൺ അടിയാത്ത എന്റെ ക്ലോക്ക് സ്പ്രിങ് സ്പൈറിംഗ് എന്തോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോൺ അടിക്കാത്തത്. അപ്പൊ അതിന് പകരം എന്താണ്ടോ വേറെ വയറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഹോണിന്റെ ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് ഇതാ ഈ കപ്ലറിലേക്ക്, ഹോണിന്റെ ഈ കപ്ലറിലേക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ഹോൺ അടിക്കുന്നത്. അപ്പൊ കസ്റ്റമർ ഈ സ്പൈറിംഗ് കേബിൾ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അയച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കാറൊന്നുമില്ല. ഇത് പുതിയത് മേടിച്ച് ഫിറ്റ് ചെയ്യാറാണ്. അപ്പൊ കസ്റ്റമർ അത് അയച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അയച്ചു കൊടുത്തോട്ടെ. അപ്പൊ സ്പൈറിംഗ് കേബിൾ അഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അയച്ചില്ല. അപ്പൊ ഇനി സ്പൈറിംഗ് കേബിൾ അയക്കുന്നുണ്ടെങ്കിൽ ഇതാദ്യം സ്റ്റീറിംഗ് വീൽ അയച്ചു മാറ്റണം കേട്ടോ, എന്നിട്ട് അയക്കണം. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റേ വീഡിയോ വീണ്ടും കാണാം.